പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. യേശു കർത്താവിന്റെ അത്ഭുതവും അനുഗ്രഹവും സാമർഥ്യവും അഭിഷേകമുള്ള നാമത്തിൽ ഇന്നത്തെ യേശുവിൽ സമൃദ്ധി എന്നുള്ള പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് സ്വാഗതം. आप सबको जय मसीह की, यीशु मसीह के प्रेम भरे नाम से, उसके अनुग्रह भरे नाम से मैं आप सबका स्वागत करना चाहता हूं आज के यीशु में समृद्धि के इस एपिसोड में. ചിലപ്പോൾ നിങ്ങൾ ഇന്നത്തെ ഈ പ്രോഗ്രാം ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ചിലപ്പോൾ എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ ഈ ഹാർവസ്റ്റ് ടി വിയിൽ കൂടെ ഞങ്ങളുടെ ഈ പ്രോഗ്രാം കാണുന്നുണ്ടായിരിക്കും. ഞാൻ നിങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. हो सकता है आप पहली बार देख रहे होंगे या हर बृहस्पतिवार को आप सुबह 7:30 से 8 बजे आप देखते होंगे. मैं यीशु मसीह के नाम से मैं आप सबका स्वागत करना चाहता हूँ. ഞങ്ങളുടെ ചർച്ച് ടെമ്പിൾ ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ് ചർച്ച് ഡൽഹിക്ക് അടുത്തുള്ള ഫരീദാബാദിൽ ഞങ്ങൾ രണ്ടുകൂടെ കൂടി യേശു കർത്താവിന്റെ സുവിശേഷ വേല ചെയ്യുന്നു. और हमारी जो कलीसिया है टेम्पल ऑफ द मोस्ट हाई गॉड चर्च फरीदाबाद के बहुत ही नज़दीक फरीदाबाद क्षेत्र में हम सेवकाई करते हैं. ഈ സമയത്ത് നമുക്ക് ഇന്ത്യയിൽ എല്ലായിടവും കൊറോണയുടെ അത് കാരണമുള്ള ഡെത്തുകൾ, അത് കാരണമുള്ള മരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. നോർത്ത് ഇന്ത്യയിൽ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത്, ഡൽഹിയുടെ അടുത്തും ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ വളരെ കൂടുതലായി ഒത്തിരി ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഞങ്ങളുടെ ജീസസ് കിച്ചൺ എന്ന് പറഞ്ഞ ഒരു ചാരിറ്റി വിങ് ഉണ്ട്. ഇതുവരെ ഞങ്ങൾ 250-300 പേർക്ക് ഡെയിലി ആഹാരം കൊടുക്കുന്നു. കഴിഞ്ഞ വർഷം ഏപ്രിൽ 2020 കൊറോണയുടെ സമയത്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു വർക്കാണത്. और इस समय जब भारत क्षेत्र में हर जगह कोरोना की महामारी बढ़ती जा रही है, बहुत सारे लोग मर रहे हैं, बहुत सारे लोग भूखे हैं, और इस टाइम मिल के हमें सबको हेल्प करना है, आगे बढ़ के कार्य करना है. और जैसे आप जानते हैं कि जीसस किचन जो कलीसिया का एक चैरिटी विंग है, और पिछले साल जब लॉकडाउन हुआ था, कोरोना जब शुरू हुआ था, और उस टाइम जीसस किचन को हमने लॉन्च किया था. परमेश्वर ने हमसे बोला और हमने उस आवाज़ को सुनते हुए जीसस किचन को लॉन्च किया. और बहुत सारे लोग, बहुत सारे मित्र, बहुत सारे आप जैसे भाई और बंधु हमारे साथ खड़े हुए जीसस किचन के साथ, और हम धन्यवाद कहना चाहते हैं. ഈ പ്രാവശ്യവും ജീസസ് കിച്ചന് ആളുകൾക്ക് മരുന്നിനും അതുപോലുള്ള പല പല കാര്യങ്ങൾക്കും ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു മൾട്ടി വൈറ്റമിൻസ് അതുപോലുള്ള അതുമായി ബന്ധപ്പെട്ട പ്രൊഡക്ട്സുകൾ ആളുകൾക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി സ്ലമ്മുകളിലും മറ്റുള്ള ഏരിയകളിലും ഞങ്ങളൊരു മെഡിക്കൽ ക്യാമ്പ് കണ്ടക്ട് ഏപ്രിൽ മാസങ്ങളിൽ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. ഈ വരുന്ന മാസം ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. അതിന് അപ്രോക്സിമേറ്റ്ലി 1 ലക്ഷം രൂപ ബഡ്ജറ്റ് ഉണ്ട്. കാരണം മരുന്ന് അതുപോലുള്ള അനുബന്ധ സാധനങ്ങളുടെ എല്ലാം ആവശ്യമുണ്ട്. ടീം അറേഞ്ച് ചെയ്യണം. നിങ്ങളും നിങ്ങളുടെ കുടുംബവും കർത്താവ് ഈ സമയത്ത് സംസാരിക്കുന്നു. നോർത്ത് ഇന്ത്യയിലെ മെഡിക്കൽ വർക്കുകളിലേക്ക് വേണ്ടിയിട്ട് യേശു കർത്താവിന് വേണ്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ താഴെ തന്നിരിക്കുന്ന നമ്പറുകളിൽ ഗൂഗിൾ പേ, ഫോൺ പേ, അതുപോലെ പല പല ഫെസിലിറ്റി ഉണ്ട്. പക്ഷെ ഒന്ന് ഫോൺ ചെയ്യുക ചർച്ചിൻ്റെ അക്കൗണ്ടിലോട്ട് ഡയറക്റ്റ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് അറേഞ്ച് ചെയ്ത് ചെയ്യാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് നമ്മുടെ ബാങ്ക് ബാലൻസും ഡിപ്പോസിറ്റുകളും പിടിച്ചിരിക്കുന്ന സമയമല്ല, അത് തുറന്ന് അനുഗ്രഹിക്കേണ്ട സമയമാണ്. കർത്താവ് നിങ്ങളെ വളരെ നല്ല രീതിയിൽ അഭിഷേകം ചെയ്യും, അനുഗ്രഹം ചെയ്യും. ഈ സമയത്ത് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകണം. അതിനെക്കുറിച്ചുള്ളത് പറ്റുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബവും ചെയ്യുക. और इस टाइम हम एक कलीसिया मिलके ये सोच रहे हैं कि एक मेडिकल कैंप को हमें कंडक्ट करता है उन लोगों के बीच में, और जिनको हम मल्टीविटामिन्स देना चाहते हैं, विटामिन सी देना चाहते हैं, जिंक देना चाहते हैं, ताकि उनका जो इम्यूनिटी है वो बढ़ता जाए. क्योंकि वो खरीद नहीं सकते जाकर, इसलिए हम एज अ चर्च उनको मदद करना चाहते हैं. और इस मेडिकल कैंप को कंडक्ट करने के लिए कम से कम 1 लाख का बजट बनाया है. और अगर आप और आपका परिवार इसमें हमारे साथ मिल के हम काम करना चाहते हैं, तो आप नीचे दिए गए नंबर पे हमें संपर्क कीजिएगा, और हम आपको बताएंगे कि कैसे आप गूगल पे कर सकते हैं, पेटीएम कर सकते हैं, या अकाउंट में डायरेक्ट आप ट्रांसफ़र कर सकते हैं. അതുപോലെ ലാസ്റ്റ് 2 ആഴ്ചകളിൽ ഫാമിലിക്ക് വേണ്ടിയിട്ട്, കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല വൈവാഹിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് നമ്മൾ 2 എപ്പിസോഡുകളിൽ കൂടെ ഡിസ്കസ് ചെയ്തു. और पिछले 2 हफ्ते हमने ये संदेश को सुना था कि कैसे एक अच्छा परिवार, एक मसीह परिवार होना चाहिए. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കാരണം ഒത്തിരി ആളുകൾ എനിക്ക് ഫോൺ ചെയ്തു, മെസ്സേജുകൾ അയച്ചു. പലരുടെയും കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് അവസരം തന്നു. പലർക്കു വേണ്ടിയും എൻ്റെ വിശ്വാസമാണ് ഹസ്ബൻഡ്, വൈഫ്, കുടുംബങ്ങൾക്ക് വേണ്ടി അത് അനുഗ്രഹമായ ഒരു മെസ്സേജ് എന്ന് അറിഞ്ഞതിൽ ഞാനും ഞങ്ങളുടെ ടീമും ഞങ്ങളുടെ ഫാമിലി ഞങ്ങൾ ഒരുമിച്ച് സന്തോഷിക്കുന്നു ഇതിൽ. और पिछले जो 2 हफ्ते के संदेश के बाद मेरे पास बहुत से फ़ोन कॉल्स आने लगे कि ये कहते हुए कि कैसे वो संदेश हमारे लिए और हमारे परिवार के लिए एक आशीष का कारण रहा. और धन्यवाद आपके उन विनतियों के लिए, उन ग्रीटिंग्स के लिए, उन विशेष के लिए. और मेरी प्रार्थना है कि परमेश्वर उस संदेश के द्वारा आपको ब्लेस करेगा, आपको आशीषित करेगा. ഇന്നത്തെ ദിവസം നമുക്ക് ബൈബിളിൽ നിന്ന് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ച്. और आज के दिन परमेश्वर ने मेरे हृदय में एक बहुत ही महत्वपूर्ण संदेश दिया है, वो है पवित्र आत्मा के विषय में. പരിശുദ്ധ ആത്മാവ് നമ്മൾ പല പ്രാവശ്യം നിങ്ങൾ
കരസ്മാറ്റിക് ചർച്ചുകൾ അല്ലെങ്കിൽ പെൻറ്റക്കോസ്റ്റൽ നമ്മൾ പെൻറ്റക്കോസ്റ്റൽ ചർച്ച്, കരിസ്മാറ്റിക് ചർച്ചസ്, നമ്മളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ആ അഭിഷേകത്തിനെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. പക്ഷേ നമ്മൾ അഭിഷേകം എന്ന് വിചാരിക്കുന്നത് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് മാത്രമാണ് പരിശുദ്ധാത്മാവ് അഭിഷേകം എന്ന് വിചാരിക്കുന്നവരുമുണ്ട്. और जब पवित्र आत्मा के बारे में हम कहते हैं या सोचते हैं, बहुत सारे पेंटेकोस्टल कलीसियाओं में ऐसा सोचा जाता है कि जब अन्य भाषा में हम बात करते हैं तो वही पवित्र आत्मा है और उसी को हम पवित्र आत्मा सोच के हम बैठे रहते हैं. പരിശുദ്ധാത്മാവ് എന്താണ്? പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് എങ്ങനെ അഭിഷേകം പ്രാപിക്കാം? പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യം എന്താ? നമ്മൾ ജീസസിനെ കുറിച്ച് പറയുന്നു, ഫാദർ ഗോഡിനെ കുറിച്ച് പറയുന്നു. പക്ഷേ ഈ പരിശുദ്ധാത്മാവ് ആരാണ്, എന്താണെന്ന് അറിയണം. അതിനുവേണ്ടി ഇന്നത്തെ ദിവസം ബൈബിൾ എടുത്തിരിക്കുക, ബൈബിളും എടുത്ത് നിങ്ങൾ ഇന്നത്തെ ഈ എപ്പിസോഡിന് മുന്നിലിരിക്കുക. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചിലപ്പോൾ സമയത്ത് എനിക്ക് തോന്നാറുണ്ട്, ആളുകൾ എപ്പിസോഡ് പോകുന്ന സമയത്ത് ആളുകൾ പല പ്രാവശ്യവും ഒരു 7:30 അല്ലെങ്കിൽ 8 മണിക്ക് 7:30 എപ്പിസോഡ് പോയി 2 മിനിറ്റ് കഴിഞ്ഞ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥന ലൈൻ നമ്പറാണിത്. അതിൻ്റെ കൂടെ തന്നെ ഈ മെസ്സേജ്, ഇന്നത്തെ ഈ വരുന്ന മെസ്സേജ് എന്താണ്? ഫുൾ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഫോൺ ചെയ്യുക. കാരണം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമല്ല, ഈ വചനത്തിൽ കൂടെ പഠിച്ച് നിങ്ങൾ ഉറച്ച് നിങ്ങൾക്ക് അഭിഷേകം പ്രാപിച്ച് അനുഗ്രഹം പ്രാപിച്ച് കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങളുടെ മിനിസ്ട്രിയെ മുന്നോട്ട് കൊണ്ടുപോകാനും കൂടിയാണ് ഞങ്ങൾ ഈ എപ്പിസോഡ് സംപ്രേഷണം ചെയ്യുന്നത്. और पवित्र आत्मा क्या है, पवित्र आत्मा को कैसे हम प्राप्त कर सकते हैं, पवित्र आत्मा क्या कार्य करता है? हम जानते हैं पिता, पुत्र और पवित्र आत्मा. पिता का रोल क्या है, पवित्र आत्मा का रोल क्या है, ये सब आज हम सीखेंगे. और इससे पहले कि आप अपना फ़ोन उठा के मुझे कॉल करें, उससे पहले आज का पूरा संदेश सुनना. सिर्फ प्रेयर के लिए फ़ोन मत करना, क्योंकि मैं जानता हूँ आज का जो संदेश है वो आशीष का कारण आपके और आपके परिवार के लिए ठहरेगा. നമുക്ക് അപ്പോസ്തല പ്രവർത്തികൾ ബുക്ക് ഓഫ് ആക്ട്സിൻ്റെ 1 മുതൽ 14 വരെ ഉണ്ട്. എന്നാലും നമുക്കൊരു 4-5 ബൈബിൾ വേഴ്സ് ഒന്ന് പഠിക്കാം. നിങ്ങൾ മുഴുവൻ പഠിക്കുവാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. ആക്ട്സ് അപ്പോസ്തല പ്രവർത്തികൾ ചാപ്റ്റർ 1 മുതൽ 14 വരെ. और आज के दिन आप अपने बाइबल को अपने साथ लेके बैठिएगा, क्योंकि परमेश्वर वचन के द्वारा आपसे बहुत कुछ बात करेगा. प्रेरितों के काम 1 से लेकर 14 तक हम पूरा पढ़ेंगे नहीं, परंतु कुछ आयतों को हम पढ़ेंगे सिर्फ. प्रेरितों के काम 1 से लेकर 14 तक. हे थियोफिलस, मैंने पहली पुस्तिका उन सब बातों के विषय में लिखी जो यीशु आरंभ से करता और सिखाता रहा, उस दिन तक जब तक वह उन प्रेरितों को जिन्हें उसने चुना था पवित्र आत्मा के द्वारा आज्ञा देकर ऊपर उठाया न गया. उसने दुख उठाने के बाद बहुत से पक्के प्रमाणों से अपने आप को उन्हें जीवित दिखाया और 40 दिन तक उन्हें दिखाई देता रहा और परमेश्वर के राज्य की बातें करता रहा. और उनसे मिलकर उन्हें आज्ञा दी, यरूशलेम को न छोड़ो, परंतु पिता की उस प्रतिज्ञा के पूरे होने की बाट जोते रहो जिसकी चर्चा तुम मुझसे सुन चुके हो. क्योंकि यूहन्ना ने तो पानी से बपतिस्म दिया है, परंतु थोड़े दिनों के बाद तुम पवित्र आत्मा से बपतिस्म पाओगे. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ അഭിഷേകം പ്രാപിച്ചിരിക്കേണ്ടത് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് വളരെ അത്യാവശ്യമാണ്. और यीशु मसीह ने ये आज्ञा दी थी कि तुम्हें पवित्र आत्मा का अभिषेक मिलना बहुत जरूरी है. നമ്മൾ ഒരു ക്രിസ്തീയ വിശ്വാസി, നിങ്ങൾ ചില സമയത്ത് ഏത് ചർച്ചിലാണോ പോകുന്നത്, ഏത് വിശ്വാസ പ്രമാണത്തിലാണോ, ഞാനിന്ന് പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഇപ്പം നിൽക്കുന്നതിനേക്കാളിലും ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങൾക്ക് വേണമെന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. आप किसी भी चर्च जा सकते हो, कहीं पे भी जा सकते हो, परंतु सबसे महत्वपूर्ण बात यह है पवित्र आत्मा का अभिषेक पाना. आपके जितने भी प्रार्थना निवेदन है, उन सब प्रार्थना निवेदन से बढ़कर है पवित्र आत्मा का അഭിഷേക് പാന. പല പ്രാവശ്യം നമുക്ക് തോന്നും നമ്മുടെ ഈ പ്രാർത്ഥനാ വിഷയം നമ്മുടെ ഇപ്പോഴത്തെ ലൈഫിലെ സിറ്റുവേഷൻ ഒന്ന് ഓക്കെ ആയാൽ മതി എന്ന്. പക്ഷേ യേശു പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യുന്നതിനേക്കാളും മുമ്പ്, നിങ്ങൾ എങ്ങോട്ട് പോകുന്നതിനേക്കാളും മുമ്പ്, നിങ്ങൾ എന്ത് ശുശ്രൂഷകൾ ചെയ്യുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം, നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ ഒരു ആജ്ഞയായിരുന്നു അവരോട്. और यीशु ने यही आज्ञा दी अपने चेलों को कि कुछ भी करने से पहले, किसी के लिए भी प्रार्थना करने से पहले इंतजार करना कि जब तक तुम्हारे ऊपर पवित्र आत्मा का अभिषेक न उतरे तुम वहां से बाहर नहीं निकलना. ഞാൻ ആദ്യമായി ചർച്ചിൽ പൊക്കോണ്ടിരുന്ന സമയത്ത് ഞാനൊരു ഇംഗ്ലീഷ് ചർച്ചായിരുന്നു അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഹോളി ഗോസ്റ്റ്, അപ്പം നമ്മൾ വിചാരിക്കുന്ന ഗോസ്റ്റ് മതലബ് ഭൂതം. അതുപോലെ
നമ്മൾ പലരും വിചാരിക്കുന്ന ആദ്യ സമയങ്ങളിൽ ഹോളി സ്പിരിറ്റ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ്, പവിത്ര ആത്മാവ് എന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ ഭൂതമാണെന്ന്, അല്ലെ യേശു കർത്താവിൻ്റെ ആത്മയാണെന്ന് വിചാരിക്കുന്നത്. പക്ഷെ അതല്ല, അതൊരു ട്രിനിറ്റിയിൽ ട്രയൂണ്, ത്രിയേക ദൈവത്തിലെ ഒരാളാണത്. അതൊരു പേഴ്സണാണ്. ഞാനൊരു വ്യക്തിയാണ്, ഇദ്ദേഹം ഒരു വ്യക്തിയാണ്. അതുപോലെ യേശു കർത്താവ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ആത്മാവ് ഒരു വ്യക്തിയാണ്. और जब मैं पहले कलीसिया में जाता था, वो एक अंग्रेजी कलीसिया था, वहाँ पे जब पवित्र आत्मा के बारे में जब बोला जाता था, होली गोस्ट बोला जाता था, तो मैं सोचता था ये पवित्र आत्मा जो एक भूत की तरह है, जो पवित्र भूत है वो उतरेगा. और मेरा यही सोच होता था कि पवित्र आत्मा एक भूत है. जिस प्रकार हम अब्बा पिता के बारे में बोलते हैं, पिता परमेश्वर के बारे में बात करते हैं, वैसे ही पवित्र आत्मा एक मनुष्य है. जैसे आप और जैसे मैं एक मनुष्य है, पवित्र आत्मा भी एक मनुष्य है, एक स्पिरिट है, एक आत्मा है, एक व्यक्ति है और एक आत्मा है. പരിശുദ്ധ ആത്മാവ് നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. യേശു കർത്താവ് ഇപ്പൊ ഈ ഭൂമിയിലില്ല. യേശു കർത്താവ് സ്വർഗത്തില് അപ്പന്റെ വലതു ഭാഗത്തിരിക്കുന്നു. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ അഭിഷേകം വേണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും കർത്താവിന്റെ നാമത്തിൽ അതിന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണം. നിങ്ങൾക്ക് ഹീലിംഗ്, നിങ്ങൾക്ക് മിറക്കിൾസ്, അത്ഭുതങ്ങൾ, അനുഗ്രഹങ്ങൾ, നല്ല ഡിസിഷൻ എടുക്കണം, ആരെ കല്യാണം കഴിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം, ബിസിനസ് ഡീലുകൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അതെല്ലാം നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ നിങ്ങളുടെ കൗൺസിലറായിട്ട്, നിങ്ങളുടെ അഡ്വക്കേറ്റായിട്ട്, നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ വേണം. यीशु मसीह अभी इस संसार में नहीं, इस धरती में नहीं है, क्योंकि परमेश्वर ने बोला कि मैं पवित्र आत्मा को तुम्हारे लिए छोड़ता हुआ जा रहा हूं. तो पवित्र आत्मा का अभिषेक आपको आपके जीवन में, आपके परिवार में, आपके जॉब में, हर एक प्रार्थना विषयों के ऊपर सबसे बड़ा प्रार्थना विषय ये होना चाहिए कि मुझे पवित्र आत्मा का अभिषेक चाहिए. क्योंकि पवित्र आत्मा का अभिषेक जो है वो आपको एडवाइस करेगा, वो गाइड करेगा, आपको काउंसिल करेगा, आपको बताएगा कि आपको किस तरफ जाना है, कहाँ नहीं जाना. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചില്ലെന്നെങ്കിൽ ഇന്നത്തെ സമയത്തിരുന്ന് പ്രാർത്ഥിക്കുക. ഈ സമയത്ത് ഇത് വളരെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. എൻ്റെ വിശ്വാസമാണ് നിങ്ങൾക്ക് നിങ്ങളെ പരിശുദ്ധാത്മാവിൽ നിന്ന് അഭിഷേകം ചെയ്യുമെന്ന്. അതിന് മുന്നോടിയായി നമുക്ക് റോമിയോ ബുക്ക് ഓഫ് റോമൻസിന്റെ 8:26 മുതൽ 27 വരെ പഠിക്കാം. ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 8 verse 26 to 27. और इससे पहले कि मैं आगे जाऊं, अगर आपको पवित्र आत्मा का अभिषेक नहीं मिला तो प्रिपेयर हो जाइए, तैयारी के साथ होइए, क्योंकि हमारा विश्वास है कि आज इस एपिसोड के द्वारा आपके घर में जहां आप बैठे हैं, आपको पवित्र आत्मा का अभिषेक उसी घर में मिलेगा. और हम पढ़ेंगे रोमियो की पुस्तक 8:26 से लेकर. इसी रीति से आत्मा भी हमारी दुर्बलता से सहायता करता है, क्योंकि हम नहीं जानते कि प्रार्थना किस रीति से करना चाहिए, परंतु आत्मा आप ही ऐसी आहें भर भर कर जो बयान से बाहर है हमारे लिए विनती करता है. और मनों का जांचने वाला जानता है कि आत्मा की मनसा क्या है, क्योंकि वह पवित्र लोगों के लिए परमेश्वर की इच्छा के अनुसार विनती करता है. ഫസ്റ്റ് ആദ്യത്തെ വേഴ്സിൽ തന്നെ എഴുതിയേക്കുന്നത്, ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത്, ലൈക്ക് വൈസ് ദ സ്പിരിറ്റ് ഹെൽപ്പ് us in our weakness. കർത്താവിൻ്റെ സ്പിരിറ്റ്, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നമ്മുടെ വീക്ക്നെസ്സിന് മലയാളത്തിൽ എന്തോ എക്സാക്ട് വേർഡ്സ്, നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ, നമ്മുടെ വീക്ക്നെസ്, നമ്മൾ പറയത്തില്ല ഇതെൻ്റെ വീക്ക്നെസ് ആണ്, നമുക്ക് തന്നെ അറിയത്തില്ല നമ്മുടെ ശരീരത്തിൻ്റെ വീക്ക്നെസ്, അതിൽ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മൾ ചെയ്യുന്നതിന് എല്ലാത്തിനെയും ഹെൽപ്പ് ചെയ്യും. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നാൽ നിങ്ങളുടെ ശരീരം നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും, നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും, നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും. പക്ഷേ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ വീക്ക്നെസ്സിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങും. और पहली आयत में ऐसे लिखा है, इसी रीति से आत्मा भी हमारी दुर्बलता में सहायता करता है. जब पवित्र आत्मा का अभिषेक आपके ऊपर उतरता है तो हर एक दुर्बलताओं से आपको पवित्र आत्मा बाहर निकलता है. जो शरीर की लालसाएं हैं उसको कंट्रोल करने में पवित्र आत्मा आपको मदद करता है. आपकी चिंताओं को कंट्रोल करने में पवित्र आत्मा आपकी सहायता कर सकता है. 27ാമത്തെ വേഴ്സ് പറയുന്നു, ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത്, ആൻഡ് ഹി ഹൂ സെർച്ചസ് ദ ഹാർട്ട്സ് നോസ് വാട്ട് ഈസ് ഇൻ ദ മൈൻഡ് ഓഫ് ദ സ്പിരിറ്റ് ബിക്കോസ് ദ സ്പിരിറ്റ് ഇന്റർസീഡ്സ് ഫോർ ദ സെയിൻസ് അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഗോഡ്. ബൈബിളിൽ എഴുതിയേക്കുന്ന സ്പിരിറ്റ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യാൻ തുടങ്ങും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങളുടെ മേളിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവാംശവും പരിശുദ്ധാത്മാവും തമ്മിൽ ഒരു എഗ്രിമെന്റ് വന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും. പല സമയത്തും നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഷഖ റാമ റീഖു റോബോലവ സന്ധറ ഖറിമ നമ്മൾ
പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ആത്മാവ് നമുക്കറിയാത്ത ഭാഷയിൽ സംസാരിക്കുന്നു, അതുപോലെ പരിശുദ്ധ ആത്മാവ് സംസാരിക്കുന്നു. അതോടൊന്ന് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ താല്പര്യപ്പെടുന്നു. 27 में ऐसे लिखा है, और मनों का जांचने वाला जानता है कि आत्मा की मनसा क्या है, क्योंकि वह पवित्र लोगों के लिए परमेश्वर की इच्छा के अनुसार विनती करता है. जब पवित्र आत्मा का अभिषेक आप पे ऊपर उतरता है तो पवित्र आत्मा आपको प्रार्थना करना सिखाता है. जिन विषयों के लिए आप प्रार्थना नहीं कर सकते, उन विषयों के लिए पवित्र आत्मा आपसे प्रार्थना करने को कहता है. और जब हम अन्य भाषा में प्रार्थना करते हैं, शाकारांदा री सिको रोंदोरी, तो हम जब अन्य भाषा में जब प्रार्थना करते हैं तो आत्मा और परमेश्वर का जो आत्मा है वो एक एग्रीमेंट में आ जाता है और हम अन्य भाषा में प्रार्थना करना शुरू कर देते हैं. അതുപോലെ നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളൊരു നോർമൽ ഭാഷയിൽ സംസാരിക്കുന്നു. ദുഷ്ടശക്തികൾ, അന്ധകാര ശക്തികൾ, അഭിചാര ശക്തികൾ, ഡെവിളിന്റെ ആത്മാവിന് അതിനൊന്നും അറിയത്തില്ല ഇവൻ എന്തോ ഈ പ്രാർത്ഥിക്കുന്നതെന്ന്. ആ ദുഷ്ടശക്തികൾ കൺഫ്യൂഷൻ ആവും. നിങ്ങൾ അന്യഭാഷയിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദുഷ്ടശക്തികൾ കൺഫ്യൂഷൻ ആവും, ഇവൻ എന്തോ ഈ പ്രാർത്ഥിക്കുന്നത്. സോ നിങ്ങൾക്ക് സീക്രട്ട്ലി, നിങ്ങൾ ആളുകളുടെ ഇടയിൽ നിന്ന് സീക്രട്ട്ലി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ, ചർച്ചിൽ ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിൽ നിന്ന് സീക്രട്ട്ലി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ അന്യഭാഷയിൽ, അതർ ടങ്സിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. और जब हम अन्य भाषा में हम प्रार्थना करते हैं तो जो शैतान है उसकी योजनाओं को ये नहीं पता होता कि हम किसके विषय में प्रार्थना कर रहे हैं, हमारा प्रार्थना विषय क्या है. तो अन्य भाषा में जब हम प्रार्थना करते हैं तो परमेश्वर और हमारी आत्मा एक हो जाती है और दुष्ट उसको इंटरप्रेट नहीं कर सकता. दुष्ट नहीं जानता कि हम किस विषय में प्रार्थना करते हैं. तो जब आप कलीसिया में भी खड़े होते हो, आप हजारों लाखों के बीच में खड़े हो सकते हो, परंतु जब आप अन्य भाषा में प्रार्थना करते हैं तो परमेश्वर की आत्मा जानता है कि आप किस विषय में प्रार्थना कर रहे हो. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുന്നു, പ്രാർത്ഥിക്കാൻ വേണ്ടി. ഒരു കാര്യം ഞാൻ പറയാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാർത്ഥിക്കുമ്പോൾ വരാൻ പോകുന്ന അപകടങ്ങളെ കുറിച്ച് ആത്മാവ് അറിഞ്ഞ് നിങ്ങളെ വിലക്കും. और इससे पहले कि मैं अंत करूं, मैं एक और चीज आपको बताना चाहता हूं. जब आपके ऊपर पवित्र आत्मा का अभिषेक होता है तो पवित्र आत्मा आपको ये बताएगा कि आगे आने वाले खतरों से भी पवित्र आत्मा आपको सतर्क करेगा. वो बताएगा कि ये खतरा आने वाला है, तो आपको सतर्क रहना है, आपको सावधान रहना है. ഞാൻ ഒരു സ്റ്റോറി എവിടെയോ പഠിച്ചു. ഒരു പാസ്റ്ററിന്റെ വൈഫ്, പാസ്റ്റർ മരിച്ചുപോയതിനു ശേഷം പാസ്റ്ററിന്റെ വൈഫ് പറയുമായിരുന്നു ഒരു ഇന്റർവ്യൂവിൽ, എൻ്റെ ഹസ്ബൻഡ് അന്ന് രാവിലെ എണീറ്റ സമയത്ത് തന്നെ പറഞ്ഞു, ഇന്ന് എനിക്ക് ഈ യാത്ര പോകണമെന്ന് താല്പര്യമില്ല, എൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു ഈ യാത്ര ക്യാൻസൽ ചെയ്യാൻ, പക്ഷേ ഈ കോൺഫറൻസിൽ ഞാൻ കമ്മിറ്റഡ് ആയതുകൊണ്ട് എനിക്ക് പോകണമെന്നുണ്ട്. വൈഫ് പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ക്യാൻസൽ ചെയ്യാൻ. പറഞ്ഞു അല്ല, ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് പോകണം, പക്ഷേ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു പോകണ്ടെന്ന്. और मैंने ये कहानी जो मैं आपको अभी बताना चाहता हूँ, ये कहानी मैंने कहीं सुना या पढ़ा है. एक बार एक पत्नी जो है, पति मर चुका था, जो पति जो एक पासवान था वो मर चुका था. तो उसके बारे में पत्नी बता रही थी कि वो परमेश्वर का जो दास था, जिस दिन सुबह उसको ट्रैवल करना था, उसको एक मीटिंग में जाना था, कॉन्फ्रेंस में जाना था, उस दिन जब वो सुबह उठा तो पवित्र आत्मा ने उसको बोला था कि आज तुझे ट्रैवल नहीं करना, तुझे मीटिंग में नहीं जाना. और उसकी पत्नी बता रही थी कि उस दिन सुबह उठते ही पवित्र आत्मा ने मेरे पति को सतर्क किया कि तुझे नहीं जाना है. പക്ഷേ അദ്ദേഹം ഒന്ന് പോയി ആ ഫ്ലൈറ്റിൽ ഇരുന്നു. ആ ഫ്ലൈറ്റ് ക്രാഷ് ആയി, അദ്ദേഹവും മരിച്ചു, കൂടെ ഉണ്ടായ എല്ലാ പാസഞ്ചേഴ്സും മരിച്ചു. അപ്പോൾ വൈഫ് ഒരു ക്രിസ്ത്യൻ ഇന്റർവ്യൂവിൽ പറയുമായിരുന്നു, പരിശുദ്ധാത്മാവ് നമ്മളെ എങ്ങനെ വാൺ ചെയ്തു, പക്ഷെ ഞങ്ങൾ അത് കേട്ടില്ല, അത് കാരണം എനിക്ക് അദ്ദേഹത്തെ നഷ്ടപ്പെട്ടു. और जो पति था, जो परमेश्वर का दास था, पवित्र आत्मा की आवाज न सुनते हुए उस मीटिंग में चला गया. और जिस फ्लाइट में वो गए थे, वो फ्लाइट उस दिन क्रैश हो गया. जितने भी लोग थे उस एरोप्लेन के अंदर वो सब मर गए. और वो पत्नी जो थी एक क्रिश्चियन इंटरव्यू में बता रही थी कि कैसे हम दोनों ने उस दिन पवित्र आत्मा की आवाज को नहीं सुना. अगर सुना होता तो मेरा पति जो परमेश्वर का जो दास था वो आज जीवित होता. എന്നോട് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന കല്യാണം കഴിക്കാത്ത സുഹൃത്തുക്കളെ, നിങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറഞ്ഞാൽ നിങ്ങളെ പരിശുദ്ധാത്മാവ് ഹെൽപ്പ് ചെയ്യും ആരെ വിവാഹം കഴിക്കണം, വിവാഹം കഴിക്കണ്ട എന്ന് ഡിസൈഡ് ചെയ്യാനാ. നിങ്ങൾ ഒരു ജോലി സ്വീകരിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ പരിശുദ്ധാത്മാവ് ഹെൽപ്പ് ചെയ്യും ഏത് ജോലി സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ. ഒരു ബിസിനസ്മാൻ ആണെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറഞ്ഞ ഒരു ബിസിനസ്മാൻ എന്നാണെന്നുണ്ടെങ്കിൽ അങ്ങേ ദൈവം പരിശുദ്ധാത്മാവ് ഹെൽപ്പ് ചെയ്യും ഏത് ഡീലിലോട്ട് മുന്നോട്ട് പോകണ്ട, ആരുടെ കൂടെ ബിസിനസ് ചെയ്യണ്ട എന്ന്. और मेरे भाइयों, जितने मेरी आवाज को सुन रहे हैं, अगर पवित्र आत्मा का अभिषेक आपके ऊपर होगा तो पवित्र आत्मा आपको बताएगा किस लड़की से आपको शादी करना है, किसके साथ आपको बिजनेस डीलिंग करना है, किसके साथ बिजनेस करना है या नहीं करना, कौन सा जॉब लेना है या नहीं करना, किसको तिरस्कार करना है, किसको इनकार करना है, सब आपको पवित्र आत्मा बताएगा.
അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, അന്യഭാഷയിൽ പ്രാർത്ഥിച്ചിട്ട് പോയി ചീത്ത വിളിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, അന്യഭാഷയിൽ പ്രാർത്ഥിച്ചിട്ട് പോയി മറ്റുള്ളവരെ ചതിക്കാൻ നിൽക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നിങ്ങൾക്കൊരു ഹോളിനെസ്സിലും ജീവിക്കണം. ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു 2 മിനിറ്റിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം റിയലി നിങ്ങളുടെ മേളിൽ വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. और पवित्र आत्मा का अभिषेक सिर्फ यही नहीं है कि आपको अन्य भाषा का वरदान मिल गया, क्योंकि मैं बहुत सारे ऐसे लोगों को जानता हूं जो अन्य भाषा का वरदान मिलने के बाद भी लोगों को गाली देते हैं, लोगों के बारे में बुरा भला सोचते हैं, लोगों के अगेंस्ट कार्य करते हैं. तो पवित्र आत्मा का अभिषेक मिलने के बाद भी अगर आप ये कार्य करेंगे तो पवित्र आत्मा का अभिषेक आपके पास रहेगा नहीं, परंतु आपको अपना जीवन पवित्रताई में बिताना है ताकि आप पवित्र आत्मा के अभिषेक को आगे चलाते रहें. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എനിക്ക് ഒത്തിരി പരിശുദ്ധാത്മാവിന്റെ വിഷയത്തെക്കുറിച്ച് ഞാൻ ഒത്തിരി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചെറിയ മിനിറ്റുകളിൽ, ചെറിയ അവൈലബിൾ ആയിട്ടുള്ള മിനിറ്റുകളിൽ നിങ്ങൾക്കറിയാം ചാനൽസിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് മിനിറ്റ്സ് എപ്പിസോഡ് വളരെ എക്സ്പെൻസീവ് ആണ്. പക്ഷേ ചെറിയ മിനിറ്റുകളിൽ എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്നത് അത്രയും ഞാൻ പറയാൻ നോക്കും. और इस कुछ ही मिनटों में मुझे वचन तो बहुत बड़ा दिया परमेश्वर ने, परंतु क्योंकि आप जानते हैं कि हमारे पास सिर्फ आधा घंटा है जिसमें हम आपको संदेश लेके आ सकते हैं, तो जितना मैं आपको बता सकता हूं मैं उतना बताऊंगा. അതുപോലെ എപ്പിസോഡുകൾ പ്രാർത്ഥിക്കണം. ഈ സമയത്ത് എൻ്റെ വിശ്വാസമാണ്, ഞങ്ങളുടെ കയ്യിൽ ഈ മാസങ്ങളിൽ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാനുള്ള ഫൈനാൻസ് ഇല്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു യേശുവിൽ ഇന്നത്തെ ഈ എപ്പിസോഡിൽ കൂടെ കർത്താവ് ആരുടെയും മനസ്സിനെ ഈ സമയത്ത് ടച്ച് ചെയ്യുന്നു. മാസങ്ങളോളം ഈ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാനുള്ള ഫൈനാൻസ് ഇന്ന് കർത്താവ് ഞങ്ങളെ ബ്ലെസ് ചെയ്യുമെന്ന് ഞാൻ അറിയുന്നു, ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളോട് ഈ സമയത്ത് കർത്താവ് സംസാരിക്കുന്നുണ്ടെങ്കിൽ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ നിങ്ങളും ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് നിൽക്കുക. और हमारे कलीसिया के पास इतना फंड, इतना फाइनेंसेस नहीं है कि हम आगे भी एपिसोड्स को लेके जाएं, परंतु मेरा विश्वास है कि परमेश्वर अद्भुत रीति से हमें प्रोवाइड करेगा. अगर परमेश्वर आपसे बात कर रहा है तो नीचे दिए गए नंबर पे आप कांटेक्ट कर सकते हैं, और मैं जानता हूं कि परमेश्वर आपके द्वारा बहुत सारे एपिसोड्स को स्पॉन्सर कराएगा आगे आने वाले महीनों में भी. പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഈ സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളും ഈ സമയത്ത് റിയലി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാർത്ഥിക്കാന്, പരിശുദ്ധാത്മാവിനെ റിയലി പ്രാർത്ഥിച്ച് മേടിക്കാൻ നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ സമയത്ത് അങ്ങ് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തന്ന അഭിഷേകം ചെയ്ത പോലെ തന്നെ അന്യഭാഷയുടെ വരദാനങ്ങൾ കൊടുത്ത് ഇനിയും കൃപാവരങ്ങൾ കൊടുത്ത് ഈ കുഞ്ഞുങ്ങളെ അഭിഷേകം ചെയ്യണമേ, അനുഗ്രഹം ചെയ്യണമേ. അവരുടെ ലൈഫ് റിയലി ചേഞ്ച് ആകട്ടെ. അവരെ ഗൈഡ് ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അനുഗ്രഹം ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. और खुदावंत यीशु, इस टाइम मैं प्रार्थना करता हूँ जितने लोग भी मेरी आवाज को सुनते हैं खुदावंत, और जिन्होंने पवित्र आत्मा का अभिषेक प्राप्त नहीं किया, इसी टाइम जहां कहीं भी वो बैठे हैं पिता परमेश्वर, तेरे पवित्र आत्मा का अभिषेक उन पे उतरे पिता परमेश्वर. एक नया वरदान आज उनको मिले पिता परमेश्वर, वो पवित्र आत्मा से भरते हुए और वो निर्णय ले पाए खुदावंत. जैसे पवित्र आत्मा हमारा एक एडवाइजर है, काउंसलर है, हमें बताने वाला है परमेश्वर. तू उनको बताएगा, उनको सिखाएगा किस मार्ग में जाना है, किसके साथ जाना है, क्या करना है. पवित्र आत्मा तू उनको सिखाएगा. पवित्र आत्मा का अभिषेक तेरे बच्चों के ऊपर आज इसी टाइम उतरे यीशु के नाम से. आमेन, ആമേൻ, ആമേൻ. അതുപോലെ യേശു കർത്താവിനെ ഇതുവരെ നിങ്ങൾ സ്വന്തം പിതാവും ദൈവവുമായി സ്വീകരിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ യേശു കർത്താവിനെ സ്വീകരിക്കുക. ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വന്ന എന്നെ, ഞങ്ങൾ രണ്ടുപേരും ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വന്നു. കർത്താവിനെ ഞങ്ങൾ അറിഞ്ഞു. കർത്താവ് യേശുവിനെ അറിയുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും കിട്ടാൻ പോകുന്ന അനുഗ്രഹം. അദ്ദേഹത്തിനെ നിങ്ങളുടെ കർത്താവായും ദൈവവുമായും സേവിയറായും സ്വീകരിക്കുക. പ്രാർത്ഥനയുണ്ടെങ്കിലോ അത് കർത്താവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എപ്പിസോഡ് പൂർണ്ണമായിട്ടില്ല. ഞങ്ങളുടെ ജീസസ് കിച്ചൻ ഒരു ചെറിയ പ്രസന്റേഷൻ കൂടെ ഉണ്ട്. നിങ്ങളുടെ ഇന്നത്തെ ദിവസം വളരെ നല്ല അനുഗ്രഹം നിറഞ്ഞ, ദയ നിറഞ്ഞ, സാമർത്ഥ്യം നിറഞ്ഞ ദിവസമായിരിക്കട്ടെ. ബൈ. പ്രൈസ് ദി ലോർഡ്. अगर आप यीशु मसीह को नहीं जानते हैं तो इस टाइम आप हमें कॉल कर सकते हैं और हम आपको समझाएंगे यीशु मसीह कौन है, वो क्यों आया, उसने क्या किया. और परमेश्वर, मेरी प्रार्थना है कि परमेश्वर, जिस परमेश्वर ने हमें एक मूर्ति पूजक परिवार से निकाला, हमें छुड़ाया और हमें एक नया जीवन दिया, वही परमेश्वर जो दया का सागर है, वो आपसे प्रेम करता है. वो अनुग्रह का सागर है. उसका अनुग्रह आपके लिए काफ़ी है, उसका दया आपके लिए काफ़ी है. अगर आप यीशु के बारे में जानना चाहते हैं या आप बोलते हैं कि मैं परमेश्वर को अपना जीवन देना चाहता हूँ, तो इस टाइम अपने आंखों को बंद करके बोलिए, परमेश्वर मैं अपना जीवन तुझे देना चाहता हूं. और दिए गए नंबर्स पे आप हमें कॉल कीजिएगा. हम आपको बताएंगे कि आगे आपको क्या करना है. मेरा विश्वास है आज का दिन आपके लिए शुभ होगा. आपके हाथों में परमेश्वर उन फलों को देगा. കർത്താവിന്റെ അനുഗ്രഹം ദൈവം നിങ്ങളുടെ കുടുംബത്തിന്റെ മേളിൽ നിൽക്കട്ടെ. അടുത്ത വ്യാഴാഴ്ച, എല്ലാ വ്യാഴാഴ്ചയിലും കാണാം. നിങ്ങൾക്ക് ഈ എപ്പിസോഡുകളെല്ലാം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്.
കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബം ഇനിയുള്ള ദിവസങ്ങളും വളരെ അഭിഷേകം നിറഞ്ഞ അനുഗ്രഹം നിറഞ്ഞ ദിവസമായിരിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. और अगले हफ्ते हम मिलेंगे और भूलिएगा मत, हर बृहस्पतिवार को सुबह 7:30 से 8 बजे एपिसोड आता है, तो जरूर परिवार के साथ बैठ के एपिसोड को देखिएगा। और मेरा विश्वास है जो संदेश परमेश्वर मेरे जीवन में डालता है वो संदेश जो है आपके लिए एक अभिषेक का कारण होगा। കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ പേര് പാസ്റ്റർ ഹരീഷ് കുറുപ്പ് ഗോപിനാഥ്. ഞാനും എൻ്റെ കുടുംബവും കൂടി ഡൽഹിക്ക് അടുത്തുള്ള ഫരീദാബാദിൽ യേശു കർത്താവിൻ്റെ സുവിശേഷ വേല ചെയ്യുന്നു. ഞങ്ങൾ ഇന്ന് ഈ ഏപ്രിലായി 2021 ഏപ്രിൽ മാസമാണിതിപ്പോൾ. ജീസസ് കിച്ചൻ്റെ പേരിൽ പലർക്കും ആഹാരങ്ങൾ കൊടുക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ ജീസസ് കിച്ചൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്. 250-300 പേർക്കടുത്ത് ഞങ്ങൾ ഒരു ദിവസം ആഹാരം കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം ഞങ്ങൾ ഐസ്ക്രീമും കൂടെ കൊണ്ടുവന്നു. ചില ദിവസം ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഞങ്ങൾ ഐസ്ക്രീമും കൊടുക്കാറുണ്ട്. ഈ കുഞ്ഞ്, എൻ്റെ കൂടെ നിൽക്കുന്ന കുഞ്ഞ്, ഇവിടുത്തെ ഒരു സ്ലമ്മിലെ ഒരു കുഞ്ഞ്, അവളിന്ന് ആഹാരം എടുത്തിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് കവറിലാണ്, ഒരു പ്ലാസ്റ്റിക് കൂടിലാണ്. കൊണ്ടുവരാൻ അവരുടെ കയ്യിൽ ആഹാര സാധനങ്ങൾ മേടിക്കാൻ പോലും പ്ലേറ്റുകൾ പോലും ഇല്ലാത്ത ഏരിയയിലാണ് ഞങ്ങൾ സെർവ് ചെയ്യുന്നത്. ഈ കുഞ്ഞ് ഇന്ന് അവൾക്ക് ആഹാരം കൊടുത്തു. അവളുടെ മുഖത്തൊരു സന്തോഷമുണ്ട്, അവൾ ചിരിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ എത്ര ലക്ഷങ്ങളുടെ പേരിൽ നമ്മളെ കൊണ്ട് ഒരാളുടെ മുഖത്ത്, ഒരു കുഞ്ഞിൻ്റെ മുഖത്ത് ഒരു സ്മൈല്, ഒരു ഹാപ്പിനെസ് ഒരു ദിവസം കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നമ്മളെ, നമ്മുടെ കുടുംബത്തെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വലിയൊരു അനുഗ്രഹമാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജീസസ് കിച്ചന് നോർത്ത് ഇന്ത്യയിലെ ഫരീദാബാദിൽ, ഡൽഹിക്ക് അടുത്തുള്ള ഫരീദാബാദിൽ ടെമ്പിൾ ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ് ചർച്ച്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളുടെ മിനിസ്ട്രിയും സർവ് ചെയ്യുന്ന ഏരിയയിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ സുവിശേഷ വേല ചെയ്യുന്നു. ഇതുപോലുള്ള സ്ലം ഏരിയകൾ കർത്താവിൻ്റെ നാമത്തിൽ ആഹാരം കൊടുക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു. നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തിനെ കൊണ്ട് പറ്റാൻ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ കുടുംബവും ചെയ്യുക. കർത്താവ് നിങ്ങളെ 2 കൈ കൊണ്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ദൈവ അനുഗ്രഹങ്ങളും തരട്ടെ. ഒരു നേരത്തേക്കുള്ള ആഹാരം, ഒരു നേരത്തേക്ക് നമ്മൾ ചെറിയൊരു പാക്കറ്റിൽ നമ്മൾ വെള്ളവും കൊടുക്കുന്നുണ്ട്. 2 രൂപയാണ് അതിൻ്റെ ചിലവ്. ഒരു ദിവസം പാക്കറ്റ് 35-40 രൂപയ്ക്ക് അടുത്ത് ചിലവ് വരും. ഞങ്ങളുടെ ടീം, ഞങ്ങളുടെ വണ്ടികൾ എല്ലാവരും കൂടെ വന്ന് ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ ഉപയോഗപ്പെടുത്തട്ടെ. നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 2 കൈയും വെച്ച് കർത്താവ് അനുഗ്രഹിക്കട്ടെ. ചില സമയത്ത് ठीक है बेटा, താങ്ക് യു अब चले जाइए. ചില സമയത്ത് നമ്മളെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന ഫെസിലിറ്റികൾക്ക് വേണ്ടിയിട്ട്, നമുക്ക് കർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്ന അഭിഷേകങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചില സമയത്ത് നന്ദി പറയത്തില്ല. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് എന്ത് സുഖ സൗകര്യങ്ങൾ കർത്താവ് തന്നോട് അതിനുവേണ്ടി നന്ദി പറയുക. അമ്മ വെച്ച് തരുന്ന ആഹാരത്തിന് വേണ്ടി നന്ദി പറയുക. അച്ഛന് അധ്വാനിച്ച് കൊണ്ടുവന്ന് നിങ്ങളെ പോറ്റുന്ന ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടി നന്ദി പറയുക. കാരണം പല ദിവസങ്ങളിൽ നമ്മൾ അതൊന്നും ചെയ്യാറില്ല. സോ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു ഹാർട്ട് നമുക്ക് വകേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ആ കുഞ്ഞിന് പാത്രം പോലും ഇല്ല അവർക്ക് കഴിക്കാൻ, അവർക്ക് കൊണ്ടുപോകാൻ. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ചെയ്യുക, നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യുക. ഒത്തിരി കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യാനുണ്ട്. കർത്താവിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുണ്ട്. എൻ്റെ പ്രാർത്ഥനയാണ് നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെയും കൊണ്ട് ഇനിയും വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. എൻ്റെ ടീമും ഞങ്ങളും എല്ലാം കൂടി ഇന്നത്തെ ദിവസം ചെയ്യുന്നു. ലോക്ക്ഡൗണ് 1 വർഷത്തോളമായി. ഞങ്ങൾ 2020 ഏപ്രിൽ മെയ് മാസത്തിലാണ് ഇത് തുടങ്ങിയത്, ജീസസ് കിച്ചന്. ഈ രണ്ടാമത് വീണ്ടും വലിയ ലോക്ക്ഡൗണുകൾ വരുന്നു, വലിയ കർഫ്യൂകൾ വരുന്നു, ലക്ഷങ്ങൾ മരിച്ചു വീഴുന്നു, ഒത്തിരി പേർക്ക് ജോലി നഷ്ടപ്പെടുന്നു. യുപിയിലും ബീഹാറിലുമുള്ള മൈഗ്രേറ്ററി പോപ്പുലേഷൻ വീണ്ടും തിരിച്ചു പോകാൻ തുടങ്ങുന്നു. ഒത്തിരി ആളുകൾക്ക് പല ഹെൽപ്പുകളുണ്ട്. നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെയും കൊണ്ട് പറ്റാവുന്നത് ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ആകാശത്തിൽ നിന്ന് 2 കൈകളും തുറന്ന് ഈ ജീസസ് കിച്ചന് വേണ്ടിയും ഞങ്ങളുടെ ഗോസ്പൽ വർക്കിന് വേണ്ടിയിട്ടും സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കൈ നീട്ടുന്നവരെ നീ 2 കൈയും വെച്ച് അനുഗ്രഹിക്കണമേ എൻ്റെ തമ്പുരാനെ. അവരുടെ മേളിൽ ആകാശം തുറക്കട്ടെ, അവരുടെ മേളിൽ സ്വർഗം തുറക്കട്ടെ. എൻ്റെ കർത്താവ് 2 കൈയും വെച്ച് ഇവരെ അനുഗ്രഹിക്കട്ടെ. നന്ദി കർത്താവ്, എൻ്റെ പ്രാർത്ഥന കേട്ടതിനായിട്ട്. എബ്രഹാം, ഇസഹാക്ക്, യാക്കൂബിൻ്റെ കർത്താവേ, നന്ദി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി. ഇവരെ അനുഗ്രഹിക്കണമേ അപ്പാ, ഉയർത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി എൻ്റെ കർത്താവ്, നമ്മുടെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം നല്ലതായിരിക്കട്ടെ, ഇനി വരുന്ന ദിവസങ്ങൾ നല്ലതായിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.